നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കണ്ണനാകുഴി ഷാപ്പിലാണ്. കായംകുളം കറ്റാനം പെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിന് അടുത്തായിട്ട് തന്നെയാണ് ഈ കണ്ണനാകുഴി ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഫുഡുകൾ നമുക്ക് പരിചയം. ഞങ്ങളിന്ന് ഓർഡർ ചെയ്തേക്കുന്നത് പുഴുക്കുണ്ട്, പിന്നെ കപ്പയുണ്ട്, അപ്പമുണ്ട്, പിന്നെ ഇത് കക്ക ഇറച്ചി, പിന്നെ പന്നി ഇറച്ചി, പിന്നെ വലിയൊരു കേരയുടെ തല ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വലിയ അത്യാവശ്യം നല്ല പീസാണ്. പിന്നെ ഉള്ളത് താറാവ് കറി, പിന്നെ നമ്മൾ ഒരു കുപ്പി നാടൻ കള്ളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം. ആദ്യം നമുക്ക് കുറച്ച് കപ്പ എടുത്ത് പന്നി റോസ്റ്റ് ഒരു പീസ് അങ്ങോട്ട് ചീനിക്കകത്തിലോട്ട് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പന്നി റോസ്റ്റ് അടിപൊളിയാണ്. നേരത്തെ ഒന്ന് കഴിച്ചിട്ടുള്ളത് എനിക്കറിയാം, നല്ല പന്നി റോസ്റ്റാണ്. ഇനി കുറച്ച് താറാവൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കപ്പയുടെ കൂടെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. തലക്കറി ഒരു വലിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തിലെ മാംസമൊക്കെ നല്ല സോഫ്റ്റ് മാംസമായിരുന്നു. രണ്ടു മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള പോർഷനുണ്ട്. വെളിയിൽ നല്ലപോലെ മഴ പെയ്യുന്നത് കാരണം നമുക്കൊരു നല്ല ആംബിയൻസ് കിട്ടും. രാവിലെ വെച്ച് നോക്കണം. അമ്മയ്ക്ക് സാധാരണ ഫുഡൊക്കെ കഴിക്കാൻ വളരെ മടിയാണ്, പക്ഷേ അവർക്ക് ഈ താറാവ് കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കറികളൊക്കെ എങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട തലക്കറിയാണ് പാറുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. തലക്കറിയുടെ അവസ്ഥ ഉണ്ട്, പകുതി തീർന്നു. അന്വിക്ക് എന്താ ഇഷ്ടപ്പെട്ടെ? ആദ്യം എന്താ ഇഷ്ടപ്പെട്ടെ? താറാവ് അപ്പമാണോ? ഒരു കായൽ ഞണ്ടോട് ഓർഡർ ചെയ്തിട്ടുണ്ട്. കായൽ ഞണ്ട് കടിച്ചിട്ട് അഭിപ്രായം. ചുമ്മാ സൂപ്പറാന്ന് പറയുന്നതാണോ അതോ കറക്റ്റ് സൂപ്പറാണ്? നല്ല ആംബിയൻസ്, വലിയ നല്ല മഴ പെയ്യുന്നു. അതിൻ്റെ കൂടെ ഷാപ്പിലെ കറികൾ, ഷാപ്പിലെ കറികളും നല്ല നാടങ്ങളും കഴിഞ്ഞുകൊണ്ട് ചൂരയുടെ പല പാർട്സുകളുള്ള കൂട്ടിയിട്ടിട്ടുണ്ട്. ഞണ്ട് വന്നതിന് ശേഷം പാറു അഭിപ്രായം മാറ്റിയേക്കാണ്. ഏറ്റവും നല്ലത് ഞണ്ടായിരുന്നു എന്നാണ് പറയാം, അല്ലേ? സൂപ്പറായിരുന്നു. ഞണ്ടിൻ്റെ ഗ്രേവി ഉണ്ട്, നല്ല എരിവൊക്കെ ഉള്ള ഗ്രേവി. എൻ്റെ അഭിപ്രായം എന്താ എൻ്റെ എന്താ അഭിപ്രായം? ഒരുപാട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് വന്നു. എരിവ് കാരണം ലിപ്സ്റ്റിക്കെല്ലാം പോയെന്നാ പറയുന്നത്. അതാ മതി. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ വില വിവരം. വലിയ റേറ്റൊന്നും ഇല്ല, നോർമൽ റേറ്റൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് 2 ഫാമിലിക്ക് ഇരിക്കാൻ വരുന്ന വലിയൊരു ഹാള് പോലുണ്ട്. പിന്നെ ഹട്ടായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഈ മെയിൻ ബിൽഡിങ്ങിൽ കയറി കുടിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ കള്ള് ഷാപ്പിൻ്റെ ആംബിയൻസ് ഒക്കെ ഇട്ടു. അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ട് പഴയ ആ ഒരു സെറ്റപ്പ് തന്നെ. ടോട്ടൽ ഫുഡിനും കള്ളിനൂടെ ആയത് 1700 രൂപയാണ്. നമ്മൾ ആലപ്പുഴയിലെ മറ്റ് ഷാപ്പുകളിലൊക്കെ പോയി കഴിക്കുന്ന റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവ് റേറ്റാണ്. നിങ്ങൾ കായംകുളം, കറ്റാനം, ചാരുമൂട്, താമരക്കുളം ഏരിയയിലൊക്കെ ഉള്ളവരാണ് പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു ഷാപ്പാണ്.
ഈ റോഡ് വരുന്നത് സെൻറ് തോമസ് അല്ല മേപ്പിളിക്കുറ്റി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെ കിടക്കുന്ന റോഡാണ് വള്ളികുന്നത്തിന് പോകുന്നത്. ആ റോഡിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് ഈ ഷാപ്പ് വരുന്നത്. പുതിയൊരു വീഡിയോ വരുന്നതുവരെ ദിസ് ഇസ് ആരോൺ സൈനിങ് ഓഫ്. താങ്ക് യു.